ഗ്രേ ഡിവോഴ്സ് കോമൺലി നമ്മളിപ്പോൾ ഈ ടേം കേൾക്കാൻ കാരണം വളരെ ഫേമസ് ആയിട്ടുള്ള സെലിബ്രിറ്റീസ് വളരെ കാലത്തെ വിവാഹ ജീവിതത്തിന് ശേഷം ഡിവോഴ്സ് ആകുന്നു. അപ്പം നമ്മൾ ഇതിനു മുമ്പ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇവരുടെ ഇൻ്റർവ്യൂസ് കണ്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര എൻകറേജിങ് ആയിട്ട് സപ്പോർട്ടീവായിട്ടൊക്കെ നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടാവാം. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഇവർ ഡിവോഴ്സ് ആകുന്നത് കേൾക്കുമ്പോൾ നമ്മളെപ്പോലുള്ള പബ്ലിക്ക് ചിലപ്പോൾ ഒന്ന് ഞെട്ടും അല്ലേ. അപ്പോൾ ഈ ഗ്രേ ഡിവോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 വർഷക്കാലം ഒരുമിച്ച് ജീവിച്ച ഹസ്ബൻഡും വൈഫും അവരുടെ ദാമ്പത്യ ജീവിതം അവസാനിപ്പിക്കുന്നു, അല്ലെങ്കിൽ 50 വയസ്സിന് മേളിലുള്ള ഹസ്ബൻഡും വൈഫും ഡിവോഴ്സ് ആകുന്നു. അപ്പോൾ ഇതിന് പല പല റീസൺസ് കാണാം, പല കാരണങ്ങളും കാണാം. അതിൽ പക്ഷേ ജനറലി മെയിനായിട്ടൊരു കാര്യം എന്നാന്ന് വെച്ചാൽ ഈ ഹസ്ബൻഡും വൈഫും ചിലപ്പോൾ കുട്ടികൾക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്തായിരിക്കും അത്രയും നാളും ജീവിതം തള്ളി നീക്കുക, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങൾ റെസ്പോൺസിബിലിറ്റീസ് ഒരുമിച്ച് ചെയ്ത് തീർക്കുന്നതിൻ്റെ കാരണങ്ങളുണ്ടാവാം. അപ്പോൾ ഇവർ ചിലപ്പം വിവാഹം കഴിഞ്ഞ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ ഇവർ തമ്മിൽ ചിലപ്പോൾ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ലായിരുന്നിരിക്കാം. ചില കപ്പിൾസ് ആദ്യം മുതലേ വഴക്കുണ്ടാക്കി മടുത്തായിരിക്കും ജീവിക്കുന്നത്. പിന്നെ ഇതിനകത്ത് വെച്ചാൽ നല്ല വിശ്വാസവും നല്ല ആശയവിനിമയം ഇല്ലെങ്കിൽ ഒരു നല്ല വിവാഹബന്ധം നിൽക്കുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. പിന്നെ ചില ഹസ്ബൻഡ്സ് ഇതിൽ കാണുന്ന പോലെ ഒരു വൈഫ് വിളിക്കുമ്പോൾ അവർക്ക് സംസാരിക്കാൻ പോലും നേരമില്ല, അല്ല അവർ ഭയങ്കര ആംഗ്രി മോഡിലാണ് സംസാരിക്കുന്നത്, എനിക്ക് തിരക്കാണെന്നൊക്കെ പറഞ്ഞ്. സെയിം ടൈം അവർക്കൊരു കൂട്ടുകാർ, ഒരു ബെസ്റ്റീന്നോ എന്ത് പേര് വേണമെങ്കിലും വിളിക്കുക, അങ്ങനെയുള്ളവർക്ക് വേണ്ടി എത്ര ടൈമായിരിക്കും അവർ സ്പെൻഡ് ചെയ്യുക. അപ്പം ഇവർ തമ്മിലുള്ള ഈ ഹസ്ബൻഡും വൈഫും തമ്മിൽ വൈകാരികമായിട്ട് വളരെയധികം അകന്നു പോവും. ഇത് ഹസ്ബൻഡിൻ്റെ കേസ് മാത്രമല്ല തിരിച്ചും സംഭവിക്കാം, വൈഫിൻ്റെ കേസിൽ സംഭവിക്കാം. അപ്പോൾ അങ്ങനെ ജീവിച്ച് മടുക്കുമ്പം ഇതിലൊരു പങ്കാളിക്ക് തോന്നും ഞാൻ ഇത്രയും നാളും ഒരു സ്പേസും ഇല്ലാതെ അൺഹാപ്പിയായിട്ട് ജീവിച്ചു, ഇനി പിള്ളേരൊക്കെ വലുതായി എനിക്കൊന്ന് ഹാപ്പി ആയിട്ടിരുന്നുകൂടെ, അല്ലെങ്കിൽ എനിക്കൊന്ന് ഇൻഡിപെൻഡൻ്റായിട്ട് എൻ്റെ ഒരു ലൈഫ് ഇഷ്ടമുള്ള രീതിയിൽ നല്ല ജീവിച്ച് തീർത്തുകൂടെ എന്നൊക്കെ ഒരു ചിന്ത ഒരു 50 years ആകുമ്പോഴോ അല്ലെങ്കിൽ കുറേ നാളത്തെ വിവാഹ ജീവിതത്തിന് ശേഷമോ തോന്നാം. പക്ഷേ ഇതിനകത്ത് കുറേ ചലഞ്ചസ് ഉണ്ട്. ഇത് ഉദ്ദേശിക്കുന്ന പോലെ മീഡിയയിൽ കാണുന്ന പോലെ അത്ര ഈസി ഒന്നും ആവണമെന്നില്ല. അതായത് ചില കുഞ്ഞുങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര മോഡേൺ വ്യൂവിൽ കണ്ടിട്ട് പറയും, ഓക്കെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ചാൽ ഇത്രയും കാലം, ഇനി നിങ്ങളുടെ സ്പേസ് എടുത്തുകൊള്ളൂ, മൂവ് ഓൺ എന്ന് പറയും. പക്ഷേ ചിലവരുടെ കേസിൽ എന്താ സംഭവിക്കുക, ചില കുഞ്ഞുങ്ങൾ അവർക്കിതൊരിക്കലും അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല, ഫാദറും മദറും പിരിയുന്ന റീസൺ പോലും അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അവരൊക്കെ കടന്നു പോകുന്ന ഒരു ഇമോഷണൽ ടർബുലൻസ് അത് ഭീകരമാണ്. അതൊരു വൈകാരികമായിട്ട് ഇവരിൽ ഭയങ്കര പ്രശ്നങ്ങൾ കുഞ്ഞുങ്ങൾക്കുണ്ടാകും. മാത്രമല്ല ഈ പിരിഞ്ഞു പോകുന്ന ദമ്പതികളും അത്രയും നാളുള്ളൊരു ചട്ടക്കൂട് പൊളിച്ച് വേറൊരു ഐഡൻറ്റിറ്റിയിലോട്ട് പോകുമ്പോൾ ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് ഫേസ് ചെയ്യും. എന്നുവെച്ചാൽ അവരിനി സെപ്പറേറ്റഡായിട്ട് വേറെ ഒരു ജീവിതമാണ് ജീവിക്കാൻ പോകുന്നത്. അപ്പം അതിനവർക്കൊരു സപ്പോർട്ടീവ് സിസ്റ്റം വേണമെന്ന് ആദ്യം ഉറപ്പിക്കണം. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്സ്, ഫാമിലി, പിന്നെ സൊസൈറ്റിയൊക്കെ പെട്ടെന്ന് ഇതൊക്കെ ഓക്കെ കുഴപ്പമില്ല എന്ന് പറയുവാണെങ്കിലും ഇവർ തനിയെ ജീവിച്ച് തീർക്കേണ്ട ഒരു ജീവിതമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒരു വെൽ പ്ലാൻഡ് ആയിട്ടോ ഇതിനിറങ്ങി തിരിക്കാവുള്ളൂ.